Astro Guru, where the wisdom of the cosmos lights your path. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ജൂലൈ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലമൊന്ന് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് ആമുഖമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ പല പാപഗ്രഹങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒക്കെ കാരണം പറഞ്ഞാൽ പല കേസിലായിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡന്റ് ഒക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതെപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് വരുമ്പോഴാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ ഇങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വായും ജൂപ്പിറ്ററും, അതായത് നമ്മുടെ ബർത്ത് ചാർട്ടിലെ വ്യാഴവും ചൊവ്വായും കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ, അല്ലെ കേതു ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചൊവ്വയുടെ മേളിൽ അല്ലെന്ന് വരിയില് കേതുവിന്റെ മേളില് കേതു പാസ് ചെയ്യുന്ന സമയത്തോ ആക്സിഡന്റ് പറ്റാം. അപ്പം നമ്മള് നോർമൽ ഒരു കേസിൽ ഞാനത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു രീതി പ്രഡിക്ഷൻ പറയുന്നത് തെറ്റാണ്. കാരണം ബർത്ത് ചാർട്ടിലെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് വേദിക് അസ്ട്രോളജിയിലാണ് ആ ഒരു രീതി പറയുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് വേദിക് അസ്ട്രോളജിയിൽ. അഡ്വാൻസ് പല സയൻസിലുള്ള പ്രഡിക്ഷൻ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഇതിനുപരിയായിട്ട് ഇന്റേണൽ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രഡിക്ഷന് പല രീതിയിൽ തെറ്റാണ്. ഇവന് ചില കേസിലൊക്കെ ഇപ്പൊ ചൈൽഡ് ബർത്തിന്റെ ഒക്കെ തന്നെ വരുമ്പോൾ 5th വയസ്സില് വേദിക് അസ്ട്രോളജി പറയുന്നുണ്ട്, 5th ഹൗസില് രാഹു വന്നു കഴിഞ്ഞാൽ IVF. അതിൽ IVF ഒന്നും ഇല്ല. അത് കുട്ടികൾ ഡിലേ ആകും, എടുക്കും. അതിന് വേറെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകാനുള്ള ഡിലേ, അല്ലെന്നൊരു അബോർഷൻ ഉണ്ടാകുന്നത്, എങ്ങനെ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എപ്പോൾ ഉണ്ടാകുന്നു, അല്ലെന്നൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ല മിസ്കാരേജ്, മൾട്ടിപ്പിൾ മിസ്കാരേജ് ഉണ്ടാക്കാനും അല്ലെന്നൊരു സിസേറിയൻ ഒക്കെ നടത്താനൊക്കെ ഉള്ള സാധ്യത, പോസിബിലിറ്റി, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാന്റെ ബർത്തിയായിട്ട് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഇറാന്റെ ബർത്ത് ചാർട്ടിലൊക്കെ കറക്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധവാറുമായിട്ട് വന്നപ്പം ഇവിടെ അമേരിക്ക തോറ്റുപോകുന്നു, ഇറാൻ മേൽക്കൈ നേടുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ആറ്റമിക് പ്രസൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ പ്രഡിക്ഷനാണ്. ഞാൻ ആ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് പോലും ഈ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രഡിക്ഷൻ ഒരാളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണെന്ന് പറഞ്ഞിട്ടാണ് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ പറഞ്ഞ രീതിയിലാണ് മിക്കവാറും 99% കാര്യങ്ങൾ നടന്നേക്കുന്നത്. അപ്പൊ നിങ്ങളാരുടെ താല്പര്യം ഉണ്ടെന്ന രീതിയിൽ അതൊന്ന് പോയി കാണുക. പിന്നെ നമ്മൾ ഈ രാഹുകേതുക്കളെ ആണേലും ഈ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ. കാരണം നോർമലി രാഹുകേതുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസിലൊന്നും നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുമായിരുന്നു. അപ്പം ബാക്കിയുള്ള നല്ല ഗ്രഹങ്ങളെ നിങ്ങളുടെ ട്രാൻസിഷനിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ശുക്രന്റെ ട്രാൻസിഷന്, അതുപോലെ വ്യാഴത്തിന്റെ ട്രാൻസിഷന്, ശനിയുടെ ട്രാൻസിഷന്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ രാശിക്കാരുടെ അനുസരിച്ചൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെമഡി പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നൊരു വേറെ ശുക്രന്റെ വീഡിയോ ഉണ്ട്, വ്യാഴത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ വീഡിയോയ്ക്കകത്ത് വ്യാഴത്തിന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശനിയുടെ വീഡിയോയ്ക്കകത്ത് ശനിയുടെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് ശുക്രന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെമഡി പാർട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ പലർക്കും കംപ്ലൈന്റ് ഉണ്ട്, വീഡിയോ ലോങ് ആകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വളരെ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഈ സബ്ജക്ട് ഇഷ്ടമായെന്നവരിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെന്റ് ആണ്. ലൈക്ക് ചെയ്യുമ്പോൾ
ഹൈപ്പ് എന്ന് വരും. ആ ഹൈപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എൻകറേജ്മെന്റ് ആണ്. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരെ അല്ലെന്നൊരില് വാട്സപ്പ് അയക്കാവുന്നതാണ്. അതല്ലെന്നൊരില് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ ഗൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ചന്ദ്രകല നാടി, മൊബൈൽ ന്യൂമറോളജി, നെയിം ന്യൂമറോളജി, ബ്രാൻഡ് അലൈൻമെന്റ്, നെയിം അലൈൻമെന്റ്, മെഡിക്കൽ അസ്ട്രോളജി, KP അസ്ട്രോളജി, മിസ്റ്റിക്കൽ ട്രയാങ്കിള്, പഞ്ചപക്ഷി ശാസ്ത്രം, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാനോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. കുംഭൻ രാശി അക്വാറിയസ്. ഈ കുംഭൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന ശനിയാണ് ഇവിടുത്തെ നക്ഷത്രങ്ങൾ. അതുപോലെ അവിട്ടം, ചതയം, പൂരുട്ടാതി, അവിട്ടത്തിന്റെ പകുതി അതുപോലെ ചതയം, പൂരുട്ടാതിയുടെ മുക്കാല്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്നത് ചൊവ്വാണ്, ശനികർമ്മയപ്പെട്ടതാണ്. അതുപോലെ ചതയത്തെ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ്, രാഹുകർമ്മയപ്പെട്ട. പൂരുട്ടാതിയെ കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ്, സൂര്യകർമ്മയാണ്. അപ്പൊ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ ഗെയിന്, എന്തെങ്കിലും ജോലി തടസ്സങ്ങളൊക്കെ ഉണ്ടാകാതെ മാറാനും, എന്തെങ്കിലും ജോബൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ ലെറ്റർ കൺഫർമേഷൻ, ജോബ് കൺഫർമേഷൻ വരാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ നല്ല മേലുദ്യോഗസ്ഥരുടെ ഒരു അനുമോദനങ്ങളൊക്കെ കിട്ടാൻ, അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വലിയ ഹയർ അതോറിറ്റിയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു ഇത്, അതുപോലെ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ് ഒരു പരിധി വരെ മാറി നിൽക്കാൻ, വിദേശത്തൊക്കെ യാത്ര ചെയ്യാനവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഫോറിൻ ട്രാവൽ ചെയ്യാൻ, തൊഴിൽ തടസ്സങ്ങൾ മാറാൻ, അതുപോലെ ബാങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ആൾക്കാർക്ക് അത് കിട്ടാൻ, ബാങ്കിന്റെ ലോണോ കാര്യങ്ങൾ പാസ്സായി വരാനൊക്കെ ഉള്ളത്. അതുപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ചു കയറും. അൺഎക്സ്പെക്ടഡ് എവിടുന്നേലൊക്കെ കേസ് കിട്ടിയ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പൈസ വന്ന് ചേരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനുള്ള സാഹചര്യം, ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരാനും നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറഞ്ഞാൽ. അതുപോലെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു 4-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പാർട്ടീഷൻ ചെയ്യാൻ, അല്ലെ വസ്തു പാർട്ടീഷൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ സഹോദരങ്ങൾ തുറന്നു പറയാനെടുക്കാനും ഉള്ള നല്ല കോൺഫിഡൻസ് വരാനും കൂടിയാലോചന നടത്താനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ വിവാഹബന്ധം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പുതിയ വിവാഹം തേടി വരാനും വിവാഹാലോചനകൾ വരാനുള്ള, അതുപോലെ പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങൾ പുറത്ത്, അതുപോലെ നല്ല പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറൊക്കെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അങ്ങനെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറഞ്ഞാൽ. അപ്പൊ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെ, അത്യാവശ്യം ആരോഗ്യപരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, അങ്ങനെ പൊതുവെ മോശമല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ.